നമസ്കാരം. എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്നുള്ള രീതിയിലുള്ളൊരു മാസ് പ്രതികരണമാണ് ഇന്നലെ ഗൗതം ഗംഭീർ പത്രസമ്മേളനത്തിന് നടത്തിയത്. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസിന് ശേഷമുള്ള അതിനകത്ത് പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞെങ്കിലും മാസ് മറുപടികളൊക്കെ പറഞ്ഞെങ്കിലും കൃത്യമായിട്ടുള്ള വിമർശകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണോ അതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇതല്ലാതെ അഫ്ഗാനിസ്ഥാൻ vs ബംഗ്ലാദേശ് ODI മത്സരം ഇന്നലെ നടന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വുമൻസ് വേൾഡ് കപ്പിൽ ഇന്നലത്തെ മത്സരം, അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ക്രിക്കറ്റ് 360 നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഇന്നലത്തെ ഗൗതം ഗംഭീറിൻ്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഹർഷിത് റാണയെ സംബന്ധിച്ചുള്ള ചോദ്യം. സോ അതിന് ഗൗതം ഗംഭീർ വളരെ വികാരപരമായിട്ടാണ് മറുപടി പറഞ്ഞത്. ഒരു മാസ് മറുപടി പോലെയാണ് പറഞ്ഞത്. അതായത് ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചും ശ്രീകാന്തിൻ്റെ ഉദ്ദേശമാണ് പറഞ്ഞത്. ശ്രീകാന്താണ് ഏറ്റവും വലുതായിട്ടുള്ള വിമർശനം ഹർഷിത് റാണയ്ക്കെതിരെ ഉന്നയിച്ചത്. KKRമായിട്ടുള്ള ബന്ധം ഹർഷിത് റാണയുടെ ഗൗതം ഗംഭീറിനെ കണക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഹർഷിത് റാണയ്ക്ക് ടെസ്റ്റിൽ എങ്കപ്പാത്താലും ഹർഷിത് റാണ ഇருக்கு, ടെസ്റ്റിൽ ഇருக்கு, ODIയിലും ഇருக்கு, T20യിൽ ഇருக்கு എന്നുള്ള രീതിയിൽ വളരെ കളിയാക്കിക്കൊണ്ടാണ് ശ്രീകാന്ത് അതിനെ പ്രതികരിച്ചത്. സോ ആ ഒരു പ്രതികരണത്തെ ഉദ്ദേശിച്ചാണ് ഗൗതം ഗംഭീർ പറഞ്ഞതെന്നാണ് കരുതുന്നത്. ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു 23 വയസ്സുള്ള പയ്യനെ ടാർഗറ്റ് ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് മോശമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസിനെ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഒരു പയ്യനെ ഒരുപക്ഷെ നാളെ നിങ്ങളുടെ കുട്ടിക്കും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായിട്ടുള്ള രീതിയിലാണ് ഗൗതം ഗംഭീർ അത് പറഞ്ഞത്. പക്ഷേ അവിടെയും എന്തുകൊണ്ട് ഹർഷിത് റാണ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു റീസൺ മാത്രം ഗൗതം ഗംഭീർ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഗൗതം ഗംഭീറിന് ഒരുപക്ഷെ ഇത് പറഞ്ഞത് ഓക്കെയാണ്, സ്വന്തം പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്നത് ഒരു കോച്ച് എന്ന രീതിയിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഹർഷിത് റാണയെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഹർഷിത് റാണയെ ബാക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ സിമ്പിളായിട്ട് പറയാം. പുള്ളിയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അടുത്ത് നിന്ന് കാണുന്ന ഞങ്ങൾക്ക് ഹർഷിത് റാണയുടെ പെർഫോമൻസ് നന്നായി അറിയാം. അതുകൊണ്ട് ഒരു ഫ്യൂച്ചർ പേസ് ബോളർ എന്നുള്ള രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ടുവരികയാണെന്ന് ഉള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താമായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഇത് മാത്രം പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീകാന്തൊക്കെ അന്ധകാലത്ത് 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ടീമിലുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനാണ്. സോ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ശ്രീകാന്ത്. ശ്രീകാന്തിന്റെ പല കാര്യങ്ങളിലും സഞ്ജു സാംസണെതിരെ, അങ്ങനെ പല പ്ലേയേഴ്സിനെതിരെയും ശ്രീകാന്ത് പലപ്പോഴായിട്ട് അഭിപ്രായങ്ങൾ വെട്ടിത്തോന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. സെലക്ടേഴ്സിന് അവരുടേതായ റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ട് ഹർഷിത് റാണയെ സെലക്ട് ചെയ്തു, ഇല്ലെങ്കിൽ മറ്റൊരു പ്ലെയറിനെ സെലക്ട് ചെയ്തു എന്നുള്ളതിൽ. അതുപോലെ തന്നെ മറ്റു ഒരു മുൻ താരങ്ങൾക്കോ അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ക്രിക്കറ്റ് കാണുന്ന ഒരാൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അതിനെല്ലാം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമുക്കറിയാം, വിരാട് കോഹ്ലി മീഡിയക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, രോഹിത് ശർമ്മ മീഡിയക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. മീഡിയ ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ TV ചാനൽസ് ആയാലും ഇതിനെ പ്രതികരിക്കുന്ന എല്ലാം ഈ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുന്നത്. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് പണ്ട് പത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള മീഡിയാസ് പ്രതികരിക്കുന്നത്. ഈ എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഓളമാണ് ഈ ക്രിക്കറ്റ് ലോകത്തെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു ആവേശം പൊളിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി എന്തുകൊണ്ട് ഈ ടെസ്റ്റുകളിൽ ബോൾ ചെയ്യിച്ചില്ല എന്നുള്ള ചോദ്യത്തിനും ഗൗതം ഗംഭീർ ഇങ്ങനെ തന്നെയാണ് മറുപടി പറഞ്ഞത്. നിതീഷ് കുമാർ റെഡ്ഡിയെ നമ്മൾ ഓവർസീസിൽ മാത്രം കളിപ്പിച്ചാൽ പോരാ, ഇന്ത്യൻ ടെസ്റ്റിലെ കളിപ്പിക്കണം, ഇന്ത്യയിലുള്ള കണ്ടീഷനിലും പുള്ളി കളിപ്പിക്കണം, പുള്ളിയെ വളർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം 2 ടെസ്റ്റിലും കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാമത്തെ ടെസ്റ്റിൽ 2ാമത്തെ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ലാസ്റ്റ് വിക്കറ്റിലടക്കം നല്ല പാർട്ട്ണർഷിപ്പ് വന്നിരുന്നു. ആ സമയത്തൊന്നും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പോലും എന്തുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയെ ബോൾ ചെയ്യിപ്പിച്ചില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് എനിക്കും തോന്നിയതാണ്, നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. അതേ ചോദ്യം തന്നെയാണ് ഒരു പത്രപ്രവർത്തനം ചോദിച്ചത്. പക്ഷേ അതിന് വളരെ ഒരു ജനറലി ഉള്ളൊരു ഉത്തരമാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. ഒന്നുകിൽ പരിക്കാണോ, അതുകൊണ്ടാണ് ഓരോ ഓവർ പോലും എറിയിക്കാതിരുന്നത്, അങ്ങനെയുള്ള ഒരു റീസണും പറഞ്ഞില്ല. പകരം ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്ക്. ഇപ്പോൾ ബൂംറയും അല്ലെങ്കിൽ സിറാജും ഒക്കെ നമ്മുടെ കണ്ടീഷനിൽ, ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെ അറിയുന്നു എന്നുള്ളത് കണ്ടുപഠിക്കാൻ നിതീഷ് കുമാറിന് ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. അത് അത്ര ഒരു നല്ലൊരു എക്സ്പ്ലനേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ജസ്റ്റ് ഒരു ചെറിയ സ്പെല്ലെങ്കിലും, ഒരു 4 ഓവർ 5 ഓവർ സ്പെല്ലെങ്കിലും കൊടുത്തില്ല എന്തുകൊണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗൗതം ഗംഭീർ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മുന്നോട്ട് പോകുമ്പോൾ പിച്ചുകളെ പറ്റിയിട്ടാണ്. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള പിച്ചുകൾ നമുക്ക് വേണം ടെസ്റ്റ് ക്രിക്കറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഒരു വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ടേണുള്ള പിച്ചുകളെക്കാട്ടിലും ഇന്ത്യ എനിക്കൊന്ന് കൺസിഡർ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പേസ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ബാറ്റ്സ്മാൻമാർക്കും സപ്പോർട്ട് കിട്ടുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള 5 ദിവസം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിച്ചുകൾക്കായിരിക്കും ഇന്ത്യ മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ഗൗതം ഗംഭീറുടെ ഒരു വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
അത് ഇനി സൗത്ത് ആഫ്രിക്കയായിട്ടാണ് അടുത്ത ഇന്ത്യയുടെ ടെസ്റ്റ് വരുന്നത്. ഈഡൻ ഗാർഡൻസിലാണ് ഫസ്റ്റ് ടെസ്റ്റ്, അതായത് ഇന്ത്യ ഓസ്ട്രേലിയ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം. പക്ഷേ സൗത്ത് ആഫ്രിക്ക ആ പിച്ചുകളോട് എങ്ങനെ പ്രതികരിക്കും, ന്യൂസിലൻഡ് തന്ന പോലുള്ള പണി നമുക്ക് തരുമോ എന്നുള്ളത് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതല്ലാതെ ഗൗതം ഗംഭീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്. ഗംഭീർ ക്യാപ്റ്റൻസിയെ പറ്റിയും കോച്ചിങ്ങിനെ പറ്റിയും പറഞ്ഞ് ക്യാപ്റ്റനോ കോച്ചോ ആസ് ഗുഡ് ആസ് ടീം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഗൗതം ഗംഭീർ പറഞ്ഞു. അതും പഴയ ധോണിയുമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഒരു എത്ര വലിയ ക്യാപ്റ്റനായാലും എത്ര വലിയ കോച്ചായാലും ടീം എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് ഒരു ക്യാപ്റ്റനും കോച്ചും നല്ലതാവാൻ പറ്റൂ. ശുഭ്മൻ ഗില്ലിനെ പറ്റിയിട്ടും സ്വന്തം കോച്ചിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു അതിൻ്റെ മറുപടിയായിട്ട്, ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ഗൗതം ഗംഭീറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിനകത്ത് വിശദമായിട്ടുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ളൊരു ഉത്തരം ഗൗതം ഗംഭീർ പലതിനും നൽകിയില്ലെങ്കിലും ജനറലി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഗൗതം ഗംഭീർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാൻ vs ബംഗ്ലാദേശ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ODI മത്സരങ്ങളുടെ സീരീസിൽ 3 മത്സരങ്ങളും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി സീരീസ് തൂക്കിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. 293 എന്ന് പറഞ്ഞ റൺസാണ് അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് എടുത്തു വെച്ചത്. അതിനകത്ത് റഹ്മാനുള്ള ഗുർബാസ് 42 റൺ, ഇബ്രാഹിം സദ്രാൻ 95 റൺസ്, വീണ്ടും ഒരു സെഞ്ചുറി മിസ്സായി പുള്ളിക്ക്. ഇവർ രണ്ടുപേരാണ് ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അതിനുശേഷം നബി നമ്മൾ ശ്രീലങ്കയായിട്ട് കണ്ടതുപോലെ തന്നെ ഒരു അന്യായ പെർഫോമൻസ് ലാസ്റ്റ് 2-3 ഓവേഴ്സിലായിട്ട് എടുക്കുന്നുണ്ടായി. 240 റൺസ് എന്തോ ഉള്ളായിരുന്നു 47 ഓവറായപ്പോൾ. അവിടുന്ന് 293 എന്നുള്ളൊരു റൺസിലേക്ക് ലാസ്റ്റ് 3 ഓവേഴ്സ് കൊണ്ട് എത്തിക്കാനായിട്ട് മുഹമ്മദ് നബിക്ക് സാധിച്ചു. അങ്ങനെയാണ് 293 എന്ന് പറഞ്ഞിട്ട് നല്ല സ്കോറിലേക്ക് അഫ്ഗാനിസ്ഥാൻ എത്തുന്നത്. ബംഗ്ലാദേശ് തിരിച്ച് ബാറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊളാപ്സായി 93 ഓൾ ഔട്ടായി. അതിനകത്ത് ആകെ സെയ്ഫ് ഹസൻ്റെ ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, 43 റൺസ്. ഇനി അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബോളിംഗ് പെർഫോമൻസ് ഉണ്ട്. ബിലാൽ സമി 21 വയസ്സുള്ള ഒരു യങ് ഫാസ്റ്റ് ബോളറാണ്, ഒരു 5 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഷിദ് ഖാനും 3 വിക്കറ്റ് എടുക്കുകയുണ്ടായി. ഇനി പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പാകിസ്ഥാൻ കൊളാപ്സ് ആയിട്ടുണ്ട്. 167 റണ്ണിന് സെക്കൻഡ് ഇന്നിങ്സ്, പാകിസ്ഥാൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് എറിഞ്ഞിട്ടു സൗത്ത് ആഫ്രിക്ക. സോ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 51-2 എന്നുള്ള നിലയിലാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഉള്ളത്. 226 റൺസാണ് ഇനി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടത്, 2 ദിവസം ശേഷിക്കുക. പക്ഷേ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നല്ല പിച്ച് ഒരു 4-ാം ദിവസമൊക്കെ ആയപ്പോഴത്തെ ഇന്നലെ തന്നെ 3-ാം ദിവസം തന്നെ പിച്ച് നല്ല രീതിയിൽ ടേണും പൊടിയും പടലൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 4-ാം ദിവസം 5-ാം ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളത് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് റിയാൻ റിക്കിൾട്ടൺ. ഫസ്റ്റ് ഇന്നിങ്സിൽ 70 റൺസ് അടിച്ച റിയാൻ റിക്കിൾട്ടനും ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച ടോണി ഡി സോസിയാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് നോട്ട് ഔട്ടായിട്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചൊരു പോസിറ്റീവ്. സോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനി ഒരു 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് എങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ, വിക്കറ്റ് നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലാണ്. പാകിസ്ഥാൻ വേണമെങ്കിൽ ജയിക്കാം, സൗത്ത് ആഫ്രിക്ക വേണമെങ്കിൽ ജയിക്കാം. പക്ഷേ ഒരു സ്ലൈറ്റ് എഡ്ജ് പാകിസ്ഥാനാണ് ഈ ഒരു മാച്ചിൽ. ഇനി വുമൻസ് വേൾഡ് കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ന്യൂസിലാൻഡ് vs ശ്രീലങ്ക മത്സരം ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വന്നിട്ട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 258 റൺസ് ശ്രീലങ്ക അടിച്ചിരുന്നു. സോ ആ മത്സരം ഉപേക്ഷിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റ് 360യിൽ പറയാനായിട്ടുള്ളത്. ഗൗതം ഗംഭീറിൻ്റെ പത്രസമ്മേളനത്തെ പറ്റിയിട്ട്, ഹർഷിത് റാണയുടെ സെലക്ഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് എന്തുകൊണ്ട് ഓവർ കൊടുത്തില്ല എന്നൊക്കെയുള്ള ഗൗതം ഗംഭീറിൻ്റെ പ്രതികരണങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ vs ബംഗ്ലാദേശ്, പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക മത്സരങ്ങളെ പറ്റിയിട്ടും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.